ഈശ്വര നമ്മുടെ പഴയ സ്നേക്ക് ഗെയിമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഞാൻ ഈ ഗെയിം 2020 കളിക്കുമെന്ന്. ഓക്കെ, മേക്ക് കോൾ ഉണ്ടോ? അതെങ്ങനെ കോൾ ചെയ്യണം എങ്ങനെ ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് ഫോൺസിന് പോലും കാണിക്കാത്ത ഫീച്ചറാണ്. എങ്ങനെയാണ് കോൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ വീഡിയോൻ്റെ തംബ്നെയിലിലും ടൈറ്റിലും കണ്ടതുപോലെ തന്നെ ഞാനിന്ന് അൺബോക്സും റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആമസോണിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോണാണ്. അതായത് ആമസോണിൽ കിട്ടുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ഫോൺ. വലിയ യൂട്യൂബ് ചാനലുകളൊക്കെ ചെയ്യുന്നത് പുതിയതും ലേറ്റസ്റ്റുമായ സ്മാർട്ട് ഫോൺസിൻ്റെ റിവ്യൂ ആണ്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു ചാനലാണ്, നമുക്ക് അത്രയും ബഡ്ജറ്റൊന്നും ഇല്ല തൽക്കാലം. സോ ഞാൻ വിചാരിച്ചത് ആമസോണിൽ കിട്ടുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ഫോൺ വാങ്ങി നമുക്കൊരു ഫൺ അൺബോക്സിങ് ചെയ്യാം. അതുമാത്രമല്ല, രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ട്രിപ്പാണ്. നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചെറിയ നോക്കിയ ഫോൺസ് ഇല്ലേ, അതിൻ്റെയൊക്കെ കുറേ ഓർമ്മകളും കുറേ ഫീച്ചേഴ്സും ഒക്കെ ഈ ഫോണിലുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇതുപോലത്തെ ഒരു അൺബോക്സിങ് ചെയ്യാമെന്ന്. സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഐക്കേൽ എന്ന ബ്രാൻഡിൻ്റെ K70 മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് ഇവർ പറഞ്ഞിരിക്കുന്നത് 799 റുപ്പീസാണ്, 799 രൂപ. പക്ഷേ എനിക്ക് കിട്ടിയത് 350 രൂപയ്ക്കാണ്. ഞാൻ ഒരുപാട് വേറെ ഫോൺസൊക്കെ നോക്കി, ഫീച്ചർ ഫോൺസൊക്കെ നോക്കി, പക്ഷേ എല്ലാം 350ൻ്റെ മേളിലായിരുന്നു. സോ എനിക്ക് തോന്നുന്നത് ഇത് ആമസോണിൽ കിട്ടുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയ ഫോണാണ്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞ ആമസോണിലെ ഏറ്റവും ചീപ്പസ്റ്റ്, അതായത് ആമസോണിലുള്ള ഏറ്റവും വില കുറഞ്ഞ ഫോണാണ്. ഐക്കേലിൻ്റെ K71 ആണ്. എന്തൊക്കെ ഓക്കെ, ഇത് വരുന്ന യെല്ലോ, ബ്ലാക്ക്, ബ്ലൂ, റെഡ് ഈ മോഡൽസിലൊക്കെയാണ്, കളേഴ്സിലൊക്കെയാണ് വരുന്നത്. ഇവിടെ കൂടുതൽ എഴുതിയിട്ടില്ല, മെയ്ഡ് ഇൻ ഇന്ത്യ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഉള്ളത് ടോർച്ച് ഉണ്ട്, 1.44 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, വൈബ്രേഷൻ ഉണ്ട്. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കണ്ടു നോക്കാം എന്താണെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, നോയിഡയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. K71 മൊബൈലാണ്. 64 MB ആണ് ഇൻറ്റർണൽ സ്പേസ്. റെഡ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ പ്രൈസ് എഴുതിയിരിക്കുന്നത് 799 ആണ്, പക്ഷേ എനിക്ക് കിട്ടിയത് 350 രൂപയ്ക്കാണ്. സോ മെയ്ഡ് ഇൻ ഇന്ത്യ അത്രയൊക്കെ എഴുതിയിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഇത് തന്നെയാണ് കവർ കേട്ടോ, അല്ലാതെ ഇത് പഴയ മോഡലിന് പഴയ കവറൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് ഞാൻ റിസീവ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തന്നെ ഇരുന്നത് 350 രൂപയുടെ ഫോണല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഫോണാണ് എടുക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് നമുക്ക് എടുത്ത് നോക്കാം ഫോൺ. ഓക്കെ, നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന നോക്കിയ ഫോണിൻ്റെ അതേ ഒരു സെറ്റപ്പാണ് പണ്ടത്തെ ആ ഫോണിലെ സ്മാർട്ട് അല്ലാത്ത ഫോണുകൾ. പക്ഷെ അത്രയും വെയിറ്റ് ഇല്ല കേട്ടോ, ഭയങ്കര ലൈറ്റാണ്, അത്രയും വെയിറ്റ് ഇല്ല. ഓക്കെ, ചാർജറാണ്. ചാർജിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എഴുതിയിട്ടില്ല, ഒന്നുമില്ല എൻ്റെ ഇപ്പോൾ. എത്ര വോൾട്ടാണ് വാട്ടൊന്നും എഴുതിയിട്ടില്ല. ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. നമുക്ക് അടുത്തെന്താ നോക്കാം. ബാറ്ററി. ഓക്കെ, പണ്ടത്തെ റിമൂവൽ ബാറ്ററി സിസ്റ്റമാണ് ഇതിലുള്ളത്. അപ്പോൾ ബാറ്ററി കയറ്റേണ്ടി വരും. ബാറ്ററി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. 4.2 വോൾട്ടാണ് ചാർജിങ് വോൾട്ടേജ്. പ്രത്യേകിച്ച് വേറെ ഒന്നും എഴുതിയിട്ടില്ല, മാറ്റി വെക്കാം. വേറെ ഉള്ളത് ഇതിൻ്റെ മാനുവലാണ്. ഇതിനാരും വായിക്കാറില്ലല്ലോ, അത് മാറ്റി വെക്കാം. സോ നമുക്കിനി ചെയ്യേണ്ടത് ഈ മൊബൈൽ ഫോണിലേക്ക് സിമ്മും ബാറ്ററിയും കയറ്റണം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കാം, ഇവിടെ തുറക്കുന്നതെന്ന് അറിയില്ലല്ലോ, ഇതാണെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ. സോ നമുക്ക് ആദ്യം സിമ്മ് കയറ്റാം അല്ലേ. ഓക്കെ, സോ ഞാൻ ബാറ്ററിയും സിമ്മൊക്കെ കയറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം സ്വിച്ച് ഓൺ ആവുമെന്ന്. പഴയ സ്റ്റൈലാണ് സ്വിച്ച് ഓണിൻ്റെ. ഓക്കെ, സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. നല്ല മ്യൂസിക്കൊക്കെ ഉണ്ട്. ഓക്കെ, സെർച്ചിങ് നെറ്റ്വർക്കാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് മെനുവും തുടങ്ങാം. എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ നമുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, മെസ്സേജസ് ട്രൈ ചെയ്യാം. ക്രിയേറ്റ് മെസ്സേജ്. അത് നമ്മുടെ പഴയ സ്റ്റൈൽ മെസ്സേജിങ് സിസ്റ്റമാണെന്ന് തോന്നുന്നു കേട്ടോ. യെസ്, പഴയ ഞാൻ പണ്ടൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഫോണുകൾ, പക്ഷേ ഞാൻ മറന്നു. ഭയങ്കര ബ്രൈറ്റ്നെസ് ആണ് സ്ക്രീൻ, അതുകൊണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ടൈപ്പിംഗ് ഒക്കെ ഓക്കെയാണ്, ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ബട്ടൺസൊക്കെ വർക്ക് ആവുന്നുണ്ട്. നമുക്ക് ബാക്ക് പോകാം. അടുത്ത് നമുക്ക് നോക്കാം ഫോൺ ബുക്ക് എന്തെങ്കിലും ഉണ്ടോ. ഇല്ല, ഞാനൊന്നും സ്റ്റോർ ചെയ്തിട്ടില്ല, അപ്പോൾ ഫോൺ ബുക്കിലൊന്നും കാണത്തില്ല. ബാക്ക് അടുത്ത ഫീച്ചർ കോൾ രജിസ്റ്റർ, ഇൻകമിങ് ഔട്ട്ഗോയിങ്. സെറ്റിങ്സ് നോക്കാം നമുക്ക് എന്തൊക്കെ ഉണ്ട്. ടോൺ സെറ്റിങ്സ്, റിംഗ് ടോൺ. ഓക്കെ, പഴയ റിംഗ് ടോൺ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്.
പഴയ ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊക്കെ പഴയ ഫോൺ റിംഗ് ടോൺ. ഓക്കെ, പഴയ ഒരുപാട് നല്ല നൊസ്റ്റാൾജിക് റിംഗ് ടോൺസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ക്ലോക്കുണ്ട്, അലാം ക്ലോക്കുണ്ട്, അതിലും ടൈമുണ്ട്, ഗെയിംസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഈശ്വര പഴയ സ്നേക്ക് ഗെയിമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഞാൻ ഈ ഗെയിം 2020 കളിക്കുമെന്ന്. ഓക്കെ, നമ്മുടെ പഴയ ഗെയിം സ്നേക്ക് സെറ്റപ്പാണ്. നമുക്ക് ബാക്ക് പോകാം. ഓക്കെ, വേറെ ഗെയിംസ് ഉണ്ടോ എന്ന് നോക്കാം. ഒറ്റ ഗെയിമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഗെയിംസ് എഴുതി വെച്ചിരിക്കുന്നത് എക്സ്ട്രാസിൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട്, കൗണ്ട് ഡൗൺ ഉണ്ട്. ബാക്കി എല്ലാം ഫോണിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട്. സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, എല്ലാം വർക്കിംഗ് ആണ്, നോ പ്രോബ്ലം. കാലണ്ടർ ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഫ്ലാഷ് ലൈറ്റും വർക്കാവുന്നുണ്ട്, നോ ഇഷ്യൂസ്. പക്ഷേ പിന്നെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ ഫോണിലേക്ക് സിമ്മ് കയറ്റാതെ നമ്മൾ നേരെ അത് സ്വിച്ച് ഓൺ ചെയ്താൽ ഈ സ്ക്രീനാണ് കാണിക്കുന്നത്, ഇൻസ്റ്റോട്ട് സിമ്മും ഡെമോ. പക്ഷെ നമ്മൾ ഡെമോ ഞെക്കുണ്ടല്ലോ, ഡെമോയുടെ ഉള്ളിലേക്ക് പോയാൽ ശരിക്കും ഒരു സ്മാർട്ട് ഫോൺസിൽ പോലും കാണിക്കാത്ത ഒരു തരം എന്തോ ഡെമോ ആണ് കാണിക്കുന്നത്. ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡെമോ ഞെക്കി ബേസിക്സ്, മോറ്, ഗെയിംസ്, ബേസിക്സിൽ പോകും. ഓക്കെ, മേക്ക് എ കോൾ ഉണ്ടോ? അതെങ്ങനെ കോൾ ചെയ്യണം, എങ്ങനെ ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് ഫോൺസിൽ പോലും കാണിക്കാത്ത ഫീച്ചറാണ്. എങ്ങനെയാണ് കോൾ ചെയ്യേണ്ടത്? കാരണം പ്രതീക്ഷിക്കുന്നില്ലെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺസിൽ പോലും കാണാത്ത ഒരുതരം സെറ്റപ്പാണ് ഇതിലുള്ളത്. 1.4 ഇഞ്ചിൻ്റെ സ്ക്രീനേ ഉള്ളൂ, പക്ഷേ അതിലും അവർ ആനിമേഷനിലൂടെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഫോൺ കോൾ ചെയ്യേണ്ടത്. ഇത് നമുക്ക് ബാക്ക് പോവാം. ആൻസർ കോൾ ഇതിലത് തന്നെ എങ്ങനെയാണ് കോൾ ആൻസർ ചെയ്യേണ്ടത്. ബേസിക്കലി നമ്മളെല്ലാം കണ്ടു വെച്ചിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിലുള്ള പോലത്തെ സെറ്റപ്പുകളൊന്നും ഇല്ല. നമ്മുടെ പഴയ ഞാൻ ശരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരാൻ വേണ്ടിയാണ്. നമ്മൾ നിങ്ങളൊക്കെ പഴയ നോക്കിയുടെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. നമ്മൾ റിംഗ് ടോണായി കേട്ട് ഞാനിപ്പം കേൾപ്പിച്ച റിംഗ് ടോൺസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്ന റിംഗ് ടോൺസ് ആയിരിക്കും ഞാനിപ്പോൾ കേൾപ്പിച്ചത് ഈ ഫോണിലൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജിക് ഒരു ഫൺ അൺബോക്സിങ്ങിന് വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്തത്. സോ നിങ്ങൾക്ക് ആമസോണിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോണിൻ്റെ അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാത്രമല്ല ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യാൻ പോകുന്നില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ സ്വന്തമാക്കാം, വേണമെങ്കിൽ ഷോ കേസിൽ വെക്കാം, അല്ലെങ്കിൽ ഷോ ഓഫ് ചെയ്യാം. അതുമാത്രമല്ല നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ എഡിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിം എടുത്ത് ഇതിലേക്ക് കയറ്റിയാൽ മതി. ഒരു മാസം യൂസ് ചെയ്താൽ നിങ്ങളുടെ എല്ലാ സ്മാർട്ട് ഫോൺ എഡിക്ഷൻ മാറിക്കിട്ടും. ഐക്യാലിൻ്റെ K17 ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് താഴെ കോമൻറ്റ് ബോക്സിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏത് ഫോണാണ് ആ ഫോണിൻ്റെ മോഡൽ എഴുതി പറഞ്ഞാൽ മതി. ഞാൻ ആ കമൻസിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല ഈ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ ഗിവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് എക്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.